പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ആളുകളും സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന്. വെള്ളിയാഴ്ചയുടെ എല്ലാ മഹത്വവും ലഭിച്ച ആളുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. വെള്ളിയാഴ്ചയുടെ എല്ലാ മഹത്വവും നേടിയെടുത്ത ആളുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. മുഹറം മാസമാണ് വരാനിരിക്കുന്നത്. മുഹറം മാസത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആയത്താണ് നോദാണ്. യാ അയ്യുഹല്ലദീന ആമനു عند الله 12 شهرا إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض ومنها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തൗബയിലെ 36-ാമത്തെ ആയത്താണ്. ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളുടെ എണ്ണം 12 അല്ലാഹുവിന്റെ അടുക്കൽ. ആ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ പടച്ചത്, ഭൂമിയെ പടച്ചത്. ആ മാസവും അതുപോലെ മറ്റു വേറെ 3 മാസങ്ങളും കൂടി 4 മാസത്തെ അർബഅത്തുൽ ഹുറും പവിത്രമായ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ذلك الدين القيم فلا تظلموا فيهن أنفسكم. ഈ പവിത്രമായ മാസങ്ങളിൽ അല്ലാഹുവിന് ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ഒരു നഫ്സിനെ ആക്രമിക്കുകയോ അക്രമം കാണിക്കുകയോ അവരെ ബുദ്ധിമുട്ടിലാക്കുകയോ ചെയ്യരുത്. وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. മുശ്രിക്കീങ്ങളോട് യുദ്ധത്തിന് പോവുകയും ദുൽമ് കാണിക്കുകയും ചെയ്യരുത്. എന്നിട്ടോ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിങ്ങൾ അറിയണം തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളോട് കൂടെയാണ്. അവർ സൂചന നൽകുക മുത്തഖീങ്ങളോട് കൂടെയാണ് എന്ന് പറഞ്ഞു. ഈ ഖുതുബയുടെ തുടക്കത്തിൽ പറയുന്നത് എന്താ? തുടക്കത്തിൽ പറയുന്നത് യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹൽ അസീമ അസ്സ വജല്ല വഅതീഉ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വയുള്ളവരായിട്ട് ജീവിക്കുക. വഅതീഉ, അള്ളാഹുവിന് അനുസരണയുള്ളവരാവുകയും ചെയ്യുക. അള്ളാഹുവിന് തഖ്വയുള്ളവരാവുകയും ചെയ്യുക, അനുസരണയുള്ളവരാവുകയും ചെയ്യുക. പിന്നെ ഫഇന്ന തഖ്വാഹു തൂജിബു കരീമൽ മആബ് വജസീല സവാബ്. നല്ല മടക്ക സ്ഥലത്തെ സമ്പാദിക്കാൻ കഴിയുകയും വജസീല സവാബ്, നല്ല കൂലിയെ സമ്പാദിക്കാൻ കഴിയുകയും ചെയ്യും. എന്തിനൊക്കെ? തഖ്വയുള്ള ആളുകൾക്ക്. എന്നിട്ടോ വഉഹദ്ദിറുക്കും മുഖാലഫതഹു ഫഇന്നഹാ തുഹില്ലു അലീമൽ ഇഖാബ്. തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം? വഉഹദ്ദിറുക്കും മുഖാലഫതഹു, തഖ്വയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ സൂക്ഷ്മത കൊള്ളണം. ഫഇന്നഹാ തുഹില്ലു അലീമൽ ഇഖാബ്, മോശമായ വേദനാജനകമായ ശിക്ഷ അത് നിങ്ങൾക്ക് ഹലാലാക്കി മാറ്റും, നിങ്ങൾക്ക് സാധുവാക്കി മാറ്റും. അതുപോലെ അതിനുശേഷം പറയണം അപ്പൊ തഖ്വയെ കുറിച്ചാണ്. അതിനുശേഷം പറയണം പുതിയതായ വർഷം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയതായ വർഷം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ആ മുഹറമൻ ഹമീദ, ആ മുഹറമായ പരിശുദ്ധമായ
മുഹറം മാസം, പരിശുദ്ധമായ പവിത്രമായ മാസം. ആ മാസത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ വരവേൽക്കണം. നല്ല രീതിയിൽ വരവേൽക്കണം. ആ വരവേൽക്കേണ്ടത് എന്തോടുകൂടെയാണ്? തഖ്വയുള്ള ആളുകളായിട്ടാണ്. കഴിഞ്ഞ നമ്മൾ പറഞ്ഞു, നമ്മളെ കൽബൊക്കെ ശുദ്ധീകരിച്ച് തൗബ ചെയ്തവരായിട്ട് മാറണം. ആ തൗബ ചെയ്യലോടുകൂടെ നമ്മളെ കൽബൊക്കെ നന്നായി ശുദ്ധീകരിച്ച് ഇനി വരുന്ന മാസത്തെ, വരുന്ന വർഷത്തെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായവരായി. ആ തഖ്വയുള്ള കൽബ്, ആ കൽബോടുകൂടെയാവണം നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിയത്. ഈ മുഹറം മാസം വന്നാല് ആ മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതില് താസുആ മുഹറം 9, ആശുറാ മുഹറം 10 വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മുഹറം 10 ദിവസങ്ങളിൽ ചെല്ലാൻ പറ്റുന്ന ദിക്റാണ് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈഹിം ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറയുന്ന സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ. സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ. ഇത് ദിവസവും 100 പ്രാവശ്യമെങ്കിലും ചെല്ലാൻ വേണ്ടി, അതായത് ഈ ദിവസങ്ങളിലെ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈഹിം ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് തുടങ്ങുന്ന 1-ാമത്തെ ആയത്തിന് ശേഷമുള്ള 2-ാമത്തെ ആയത്ത്. ഈ ആയത്തുകള് 100 പ്രാവശ്യമെങ്കിലും മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ചെല്ലാൻ ശ്രമിക്കാം. ഒരുപാട് മഹത്വമുള്ള ആയത്താണ്, ഒരുപാട് മഹത്വമുണ്ട്. ദിവസവും ചെല്ലണം നല്ലതാണ്. രാവിലെ ചെല്ലും, വൈകുന്നേരം ചെല്ലലൊക്കെ നല്ലതാണ്. നമ്മൾ അധികാർ ഉൾപ്പെടുത്തലേ നല്ലതാണ്. അതിന്റെ പുറമെ മുഹറം മാസം വന്നു കഴിഞ്ഞാൽ 1 മുതൽ 10 വരെ 100 പ്രാവശ്യമെങ്കിലും ദിവസം ചെല്ലല് നല്ലതാണ്, പുണ്യമുള്ളതാണ്. അതുപോലെ താസുആന്റെ ദിവസം നോമ്പ് നോക്കുക, ആശുറാന്റെ ദിവസം നോമ്പ് നോക്കുക. അതുപോലെ ഈ മുഹറം 10 ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, മുഹറം മാസം അള്ളാഹുവിന്റെ മാസമാണെന്നൊക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ പരിഗണിച്ച് മുഹറം മാസത്തെ നല്ല രീതിയിൽ വരവേൽക്കുക. നമ്മളെ കൽബ് ദുൽഹിജ്ജ അവസാനിക്കലോടുകൂടി നമ്മളെ കൽബ് ശുദ്ധിയായി തൗബ ചെയ്തവരാവണം. തഖ്വയുള്ളവരായിട്ട് മുഹറം മാസത്തെ സ്വീകരിക്കുന്നവരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ, ഞങ്ങൾ ഒരുമിച്ചുകൂടി നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ട അമലായി കബൂലാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഓരോ നിമിഷങ്ങളും നന്മയിലൂടെയും തിന്മയിലൂടെയുമായി പല നിമിഷങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. നന്മകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. തിന്മകളൊക്കെ നന്മകളാക്കി മാറ്റിമറിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ചെയ്ത പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. റഹ്മാനായ റഹീമായ റബ്ബേ, വരുന്ന വർഷത്തെ മുഹറം മാസത്തെ നല്ല രീതിയിൽ വരവേൽക്കാൻ തഖ്വയുള്ളവരായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا